கப்பு பிரியாணி இருக்கா? கப்பு பிரியாணி உண்டு. நம்ம ஒரு கப்பு பிரியாணി கூட எனக்கு അവർക്ക് வந்து അടിയിലേക്ക് ഇതുണ്ടോ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാൻ ഒരുപാട് പേര്. നല്ല തണുപ്പുണ്ട് ഗൈസ്. എല്ലാവർക്കും നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തോളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന് എല്ലാവരും പറഞ്ഞ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നേരിമംഗലം വഴി മൂന്നാറിനൊന്ന് പോയി നോക്കാം. അതുകൊണ്ട് ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്പീക്കർ ഇല്ലായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ അനീഷുകൊണ്ട് കൂടെ. അപ്പോൾ നേരിമംഗലം വഴി മൂന്നാർ ഞങ്ങൾ സ്പീക്കർ മേടിക്കാൻ വേണ്ടി സ്പീക്കർ ഓർമ്മ കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം. സമയം കാണിച്ചു തരാം. സമയം 6:48 അവിടെ നമ്മുടെ നേരിമംഗലത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിശേഷം കാണിച്ചു തരാം. നൈറ്റാണ്, തണുപ്പുണ്ടാവും, പോയി നോക്കാം അല്ലേ. ചെറിയ വ്ളോഗിംഗ് ഉണ്ട്. അല്ലല്ല, ഒരു ട്രാവൽ എല്ലാ പരിപാടി ഉണ്ട്, ടൈമല്ല. അപ്പോൾ ഗൈസ് എല്ലാം സെറ്റാണ്. നമ്മൾ സ്പീക്കറൊക്കെ ചാർജ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇപ്പം നൈറ്റിലെ വ്യൂ എങ്ങനെ ഗോപ്രോയിൽ എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ നമ്മളേതായാലും നേരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ്. അത്യാവശ്യം കൊള്ളാവുന്നൊരു സ്പീക്കറാണ് കയ്യിലിരിക്കണേ. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. ഓക്കെ, പവർ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്വന്തം മൂന്നാറിലെത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിലൊരു തട്ടുകടയിൽ വന്നിട്ട് ഫുഡ് കഴിക്കണം. ഒടുക്കത്തെ തണുപ്പല്ലേ, ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്. എന്തെങ്കിലും ആഹാരം കഴിക്കണം, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം. ഓ, നല്ല തണുപ്പുണ്ട്. ഇതവിടുത്തെ കട കേട്ടോ. അവിടെ ദോശ, ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. നോക്കാം, നമുക്ക് എന്നെ കഴിക്കുന്നത് നോക്കാം. ഓക്കെ, തണുപ്പുണ്ട്. മൂന്നാർ വരാൻ നൈസാട്ടോ മച്ചാൻ. വേറെ കുഴപ്പം തിരക്കൊന്നും, വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നൈറ്റില്ല. നോക്കാം ഏതായാലും. ഫിഷ് ഏതോളെ കുളമ്പിലെ എന്ന ഫിഷ് കേരയാണ്. കപ്പ ബിരിയാണി ഇരിക്കാ? കപ്പ ബിരിയാണി ഉണ്ട്. നമ്മൾ ഒരു കപ്പ ബിരിയാണി കൂടെ എനിക്ക്. അവർക്ക് വന്ന് നമുക്ക് തന്നെ വേണം ദോശ ഓംലേറ്റ്. 2 ദോശ, 1 ഓംലേറ്റ്. சரி, அது போதும். டீ இருக்கா? 2 டீ கொடுங்க, സ്ട്രോങ് തന്നെ. ഒരു കാപ്പി, ഒരു ചായ. കോഫി ടീ ഇതാ ഇരിക്കാം. 2 ടീ. ബ്ലാക്ക് ടീ അവർക്ക്. ബ്ലാക്ക് ടീ இருக்கா? ബ്ലാക്ക് ടീ ഇല്ല, ഓൺലി ടീ மட்டும். എനിക്ക് ടീ ഓർമ്മ കൊടുക്ക. പാലില്ലാത്ത ചായ ഇല്ലാന്ന്. പാൽ കോഫി ഇല്ല. എനിക്ക് സ്ട്രോങ് ആയിട്ട് ടീ കൊടുക്ക. അല്ല, ഇവിടെ ചായ ഇല്ല ഗൈസ്. അപ്പോൾ ആഹാരം കഴിക്കാം. പുതിയ. അപ്പോൾ ഗൈസ് നമ്മുടെ ചായ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലായിരിക്കും. ഓക്കെ, കൊള്ളാട്ടോ. ഫോട്ടോ എടുത്താ സ്റ്റോറി ഇടാൻ. അല്ല ഇല്ലേ, എനക്കൊന്ന് കപ്പ ബിരിയാണി. അവർക്ക് ഒന്ന് 2 ദോശ, ഒരു ബുൾസൈയാ ഓംലേറ്റ്. അത് പോലും. ഇവിടെ ഇങ്ങനെ കപ്പ ബിരിയാണി, കപ്പ, പൊറോട്ട, ദോശ ഇതൊക്കെ കേട്ടോ. കാരണം നൈറ്റിൽ വരുന്ന ഇവരുടെ മെമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർ. കാരണം 2 കടയുണ്ട് ഇവിടെ, അത് രണ്ടും ഇങ്ങനെ തിരക്കൊക്കെയാണ്. ഓക്കെ, നല്ല കിടിലം തണുപ്പാട്ടോ മച്ചാന്മാരെ. നല്ല വിറയ്ക്കുന്നുണ്ട്. പിന്നെ
എന്താ പറയുക, ഈ സമയത്ത് ആഹാരം കഴിക്കാൻ നല്ലൊരു ചൂട് ആഹാരമാണെങ്കിൽ നല്ല വൈബായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ മൂന്നാർ നിന്ന് ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിച്ച് ഫുഡ് കഴിക്കലാണ്. ശേഷം അടുത്ത പരിപാടികൾ. ഓക്കെ ഗൈസ്, ഇതെന്താ ചൂടൻ ദോശ, മൂന്നാറിലെ ചൂട്. അയ്യോ എന്നാ തട്ടിക്കോ. ചായ തീരാറായിട്ടോ, കാരണം ചായ പടപടയിൽ കുടിക്കുന്നു. നീ സ്റ്റോറി ഇടണം ഇൻസ്റ്റാഗ്രാമിൽ, നല്ല ഗുമ്മുണ്ടോ. RIDE അതിൻ്റെ ദോശയും ഓംലേറ്റ് വന്നിട്ടുണ്ട്. കഴിക്ക്. സ്റ്റോറി കഴിഞ്ഞിട്ടാണ് കഴിക്കല്. എൻ്റെ കപ്പ ബിരിയാണി ഒന്ന് വന്നിട്ടുണ്ട്. ഏയ് അത് എന്നോட കപ്പ ബിരിയാണിയാടാ, എന്നോട് തന്നെ കപ്പ ബിരിയാണി എന്നോടയാ. കൊടുങ്ക സാപ്പിടണമല്ലേ, വിശക്കുന്നുണ്ട്. ഇതാണ് സ്പൂണ് പോട്ട് ഓക്കെ, താങ്ക് യു. യെസ്, കപ്പ ബിരിയാണി ഒരു തട്ടാം, വന്നിട്ട് കാണാം. അല്ല ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും വന്നേരം ഇങ്ങനെ നോക്കിട്ടോ. പോകാം, പൊളി സാധനം കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഊട്ടിയിലേക്ക് അല്ല, നേരെ പരമ്പടി അടിമാലിയിലേക്ക്. ഇഷ്ടമായിട്ടോ, കൊള്ളാം. കുറച്ച് സബോള കുറച്ച് കൂടുതൽ വേണം, എന്നാലാണ് ഈശ്വര മൂക്കിക്കൂടെ കൊള്ളുന്നില്ല. സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് മൂന്നാറിലെ ഇഷ്ടപ്പെടും. ഗൈസ്, ഇവിടുത്തെ സംഭവം എന്നാണെന്നറിയോ? ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ചോദിക്കേ സരവണ, ഊത് കുറച്ചുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് യാത്ര ചെയ്യാം. കുറച്ച് എങ്ങോട്ടാന്ന് അറിയില്ല അല്ലേ? ഇതുണ്ടോ മൂന്നാറെത്തിയോ? ഇതാ മൂന്നാറ്. ഇനി കുറച്ച് നമുക്ക് ഇച്ചിരി ഏരിയകളുണ്ട്, പോയി നോക്കാം. അല്ലേ, കുറച്ചുകൂടെ പോകണ്ട. മൂന്നാർ ടൗണൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് ടൗണിലേക്ക് പോവാം. ഹാൻഡിലൊക്കെ വെച്ചോ മൈൻഡ്. എവിടുന്ന എങ്ങനെ പണി വന്നത്? ഗൈസ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ഥലം നമ്മുടെ പഴയ മൂന്നാർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇനി നമുക്ക് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട്, ഇതിന് മൂന്നാറെന്ന് പറയപ്പെട്ട ഒരിക്കലല്ല, പക്ഷേ മൂന്നാറാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ട്, നല്ല രീതിയിൽ തണുപ്പടിക്കുന്നുണ്ട്. ടാങ്ക് ഫുൾ ടാങ്ക് പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. ഇതിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും. ഏതാ ചിലപ്പം ബസ്സിനും കൂടി പോയി ഊട്ടി കയറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ടോപ്പ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ ടോപ്പ് സ്റ്റേഷനൊന്നും പോയിട്ട് നൈറ്റ് ആയതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമ്മളൊരു ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ ടൗൺ കാണിച്ചു തരാം. ടൗണിൽ ഒത്തിരി ആൾക്കാരുടെ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ആൾക്കാരുണ്ട്. നമ്മൾ കുടിച്ചത് കാരണം ഭയങ്കര തണുപ്പല്ലേ, ഒരു രക്ഷയില്ല രതീഷേ. തണുപ്പ് മൂക്കൊക്കെ അടഞ്ഞു. ഇപ്പോൾ വേറെ ഏതാ അണ്ണാച്ചിമാരുടെ സൗണ്ടായി സത്യം പറഞ്ഞ ഗൈസ്. ഇതുണ്ട്, ഇത് പൂപ്പാറ, തേനി, കുമ്മളി, മധുരയൊക്കെ പോകുന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഫോട്ടോ എടുക്കാം ഗൈസ് നമുക്ക്. ഗൈസ്, ഇതുണ്ട് ഇവിടെ ഐ ലവ് മൂന്നാർ. പക്ഷേ ഇതിനകത്ത് വെട്ടം കൂടെ ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ അല്ലേ? വെട്ടം കൂടെ ഉണ്ടായിരുന്നു, അടിപൊളി തന്നെ അല്ലേ? കുറച്ച് ഫോട്ടോസൊക്കെ ചാമ്പിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ
ഐ ലവ് മൂന്നാർ. ഇതെന്നാ മൂന്നാർ ഓക്കെ ആണോ? ആ എടുക്കട്ടെ. അനങ്ങല്ലേ കേട്ടോ, അനങ്ങല്ലേ അനങ്ങല്ലേ അനങ്ങല്ലേ. ആ അപ്പൊ ബബുല അബിങ്ങനെ ഓക്കെ അല്ലേ? അപ്പോൾ മൂന്നാറ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തലേക്കൂടെ ഹുഡി കിട്ടുന്നുണ്ട്. ചെറിയ തണുപ്പ് കുറവുണ്ട്, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് പോകാൻ കേട്ടോ. ഇവിടെ ഒരു തീവണ്ടി ഇതുണ്ടോ, തീവണ്ടി ഉണ്ട്, പിന്നെ ഒരു മീനിൻ്റെ കുപ്പി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു കാളയുണ്ട്, പിന്നെ അവിടെ ഒരു മരം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു ആന ഫുൾ കുപ്പിയിലാട്ടോ. അത് ഫുൾ ഉണ്ടാക്കിയ കുപ്പിയിലാണ്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വൈബായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ജീപ്പ് സവാരി തന്നെ ടൂറിസ്റ്റ് റൂംസിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഒരുപാട് പേര്. നല്ല തണുപ്പുണ്ട് ഗൈസ്. കുറച്ച് പേരൊക്കെ നിങ്ങളും താല്പര്യമുണ്ടെങ്കിൽ വരിക കേട്ടോ. എറണാകുളമൊക്കെ പോയി മടുത്തവർ മൂന്നാറിലേക്ക് ഒരു നൈറ്റ് റൈഡ് അടിക്കാൻ ഏതായിരിക്കും നൈറ്റ് റൈഡിൻ്റെ ഒരു അവസ്ഥ ഗൈസ്. ഇത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞ കേട്ടോ കയറിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫോണൊന്നും എടുക്കണം ഇതിനകത്ത് നിന്ന്, അല്ല സ്പീക്കർ ഇതിനകത്ത് ഇരിക്കണം. കാരണം ഇനി സ്പീക്കർ ഇല്ലാതെ ഒരടി നമ്മളെ കൊണ്ട് വലിയ സീറ്റും തുറന്നില്ല. ആ തുറന്നിട്ടേക്കണം, അല്ല അടച്ചിട്ടേക്കോ. ഈ പാട്ടിൽ നമുക്കൊരു തെരി പറ്റില്ല. അപ്പം സ്പീക്കറിൻ്റെ ഉള്ളിൽ കയറ്റിക്കാം. ക്ലോസിങ് ഒന്ന് ഓണാക്കിയേക്കാം. Welcome to MC Music World. Bluetooth mode. ഓക്കെ. ഇവിടെയൊക്കെ ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടോന്ന് ഞാൻ. ഇത് പോതമേടിന് പോകുന്ന വഴിയാ. പോതമേടില്ലേ, ഭയങ്കര മഞ്ഞുള്ളൊരു സ്ഥലമായി പോതമേട് എന്ന് പറഞ്ഞു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. കാരണം ഇനി നമ്മൾ തിരിച്ച് കോതമംഗലം പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തോളൂ. നല്ല മഞ്ഞാണ് എന്ന് വെച്ചാൽ, മഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന മഞ്ഞല്ല മച്ചന്മാരെ, ഇപ്പോൾ അല്ലാത്തൊരു മഞ്ഞാണ്. പക്ഷേ ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ആരും നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ കൂടെ ഉള്ള അനീഷാണ്. നമുക്ക് അടുത്ത ട്രിപ്പ് കാണാം അല്ലേ? ഓക്കെ, ചാച്ച ഗൈസ്.